ഓൾ SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് ഹിസ്റ്ററിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. കേട്ടറ്റ് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടും സൈക്കോളജിയും വീഡിയോസ് ചെയ്യുന്നുണ്ട്. BEdൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് കാണുക. അതുമാത്രമല്ല സെറ്റ് ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടും കേട്ടറ്റ് സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടും ചെറിയൊരു എമൗണ്ടിൽ നമ്മൾ വാട്സപ്പിലൂടെ PDF കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളാണ് അടുത്ത വീഡിയോ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ നിങ്ങളാരും ലൈക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഗുരു നാനാക്ക്, ഗുരു ഹർഗോബിന്ദ്, ബന്ദാ ബഹാദൂർ, ഗുരു അമർദാസ്. സിഖ് ഗുരൂസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അവരുടെ ഡെത്ത് ഇയറും കൊടുത്തിട്ടുണ്ട്. അത് കണക്ട് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ ഡെത്ത് ഇയർ 1644, 1574, 1716, 1539. നമുക്കറിയാം, ഇതിലൊന്ന് നമുക്ക് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ആദ്യത്തെ സിഖ് ഗുരു ആരാണ്? അത് ഗുരു നാനാക്കാണ്. അപ്പോൾ ഗുരു നാനാക്കിൻ്റെ ഇയർ ഏതായിരിക്കും വരിക? ഗുരു നാനാക്കിൻ്റെ ഇയർ ഏറ്റവും ഫസ്റ്റത്തെ ഇയർ ഗുരു നാനാക്കാണ്. കാരണം ആദ്യം ഗുരു നാനാക്ക്, പിന്നീടാണ് മറ്റ് ഗുരൂസ് വരുന്നത്. ഗുരു വരുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഗുരുവിൻ്റെ മരണശേഷമാണ് അടുത്ത ഗുരു സ്ഥാനം ഏൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഗുരു ആദ്യം മരണപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യുന്നത് ഗുരു നാനാക്കാണ് ഫസ്റ്റ് ഗുരു എന്നറിയുന്നവർക്ക് ഇതിൻ്റെ ആൻസറിലോട്ട് എത്താൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വരുന്നത് എന്താണ്? ഗുരു നാനാക്ക് ഏത് ഇയറിലായിരിക്കും ഡെത്ത്? 1539. അപ്പോൾ ഈ 1539 A4 വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് ആദ്യം നോക്കാം. A4 വരുന്ന ഒരൊറ്റ ഓപ്ഷനാണുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്തായി, ഇതിൻ്റെ ആൻസർ 1 എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഇനി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വീണ്ടും ഇതെല്ലാം മാച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ സമയം പോകും. തീർച്ചയായിട്ടും ഇത് അറിയുന്ന ആൾക്ക് ഇത് തന്നെ ചെയ്തിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാം, അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബാക്കി കാര്യങ്ങളും കൂടി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. ബന്ദാ ബഹാദൂർ വരുന്നത് എന്നാണ്? C ഓപ്ഷൻ വരുന്നത് ഡെത്ത് 1716. അതുപോലെ ഗുരു അമർദാസ് വരുന്നത്, ഗുരു ഹർഗോബിന്ദ് വരുന്നത് എന്നാണ്? 1644. ഓക്കെ, ഒന്നുകൂടെ തിരുത്തി മാച്ച് ചെയ്യാം. ഗുരു നാനാക്ക് വരുന്നത് എന്നാണ്? നമ്മൾ പറഞ്ഞു 1539. ഗുരു ഹർഗോബിന്ദ് വരുന്നത് എന്നാണ്? 1644. ബന്ദാ ബഹാദൂർ വരുന്നത് 1716. ഗുരു അമർദാസ് വരുന്നത് എന്നാണ്? 1574. അപ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗുരൂസിൻ്റെ ആ ഒരു എത്രാമത്തെ ഗുരുവാണ് എന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു ഗൂഗിളിൽ നോക്കുമ്പോൾ ഇവരുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ഏത് ഗുരു ഏത് ഡൽഹി സുൽത്താനേറ്റിൻ്റെ അല്ലെങ്കിൽ ഏത് റൂളറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് അല്ല, അല്ലെങ്കിൽ ഏത് മുഗൾ രാജാവിൻ്റെ കാലത്ത്, ചക്രവർത്തിയുടെ കാലത്ത് ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഔറംഗസേബിൻ്റെ സമയത്തും അതുപോലെ മറ്റ് ചില മുഗൾ എംപറേഴ്സിൻ്റെ സമയത്തും ചില സിഖ് ഗുരൂസിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ആരൊക്കെയാണ് എന്നുള്ളത് കൂടെ നോക്കി വെക്കുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വെർ നോട്ട് കൺസ്ട്രക്റ്റഡ് ഇൻ ഡൽഹി സുൽത്താനേറ്റ് പീരീഡ്? ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ നോട്ട് കൺസ്ട്രക്റ്റഡ് ആണ്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ കൺസ്ട്രക്റ്റ് ചെയ്യാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ജമാത് ഖാന മോസ്ക്, ദൗലത്താബാദ് ഫോർട്ട്, ഖുവത്തുൽ ഇസ്ലാം മോസ്ക്, ബീബി കാ മക്ബറ ഔറംഗാബാദ്, സഫ്ദർജംഗ് ടോംബ് ഡൽഹി. അപ്പോൾ ഇതിൽ നമുക്കറിയാം ദൗലത്താബാദ് ഫോർട്ട് അതുപോലെ ഖുവത്തുൽ ഇസ്ലാം മോസ്ക് ഒക്കെ എന്നാണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്ത് തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി നോക്കൂ, ബീബി കാ മക്ബറ ഔറംഗാബാദ് ആരുടെ സമയത്ത് നിർമ്മിച്ചാണ്? ഔറംഗസേബിൻ്റെ സമയത്ത് നിർമ്മിച്ചാണ്. തീർച്ചയായിട്ടും അത് മുഗൾ കാലഘട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, അത്
നോട്ട് കൺസ്ട്രക്റ്റഡ് ഇൻ ഡൽഹി സുൽത്താനേറ്റിൽ വരുന്നതാണ്. അപ്പോൾ ഡി വരുന്നത് 2 ഓപ്ഷൻസ് ആണുള്ളത്, 2ഉം 4ഉം. അപ്പം അതിലേതാണെന്നാണ് നമ്മൾ ഇനി സെലക്ട് ചെയ്യേണ്ടത്. ഇനി ഈ നോക്കൂ, സഫ്ദർജംഗ് ടോംബ് ഡൽഹിയും ഏത് സമയത്ത് വരുന്നതല്ല, നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്ത് വരുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത് ഏതാണ്? 2ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ജമാത് ഖാന മോസ്ക്, ദൗലത്താബാദ് ഫോർട്ട്, ഖൂവത്തുൽ ഇസ്ലാം മോസ്കും എവിടെ വരുന്നതാണ്? ഡൽഹി സുൽത്താനേറ്റിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ബീബി കാ മക്ബറ ഔറംഗസേബാണ് നിർമ്മിച്ചത്. തീർച്ചയായിട്ടും അത് മുഗൾ കാലഘട്ടത്തിൽ വരുന്നതാണ്. സഫ്ദർജംഗ് ടോംബ് ഡൽഹിയിൽ നിർമ്മിച്ചത് എന്തിൻ്റെ സമയത്തല്ല? ഡൽഹി സുൽത്താനേറ്റിൻ്റെ സമയത്തല്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിച്ചു. നെക്സ്റ്റ്, പിക്ക് ദ മാച്ച് വിച്ച് ഈസ് ഇൻകറക്റ്റ്. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. വിച്ച് ഈസ് ഇൻകറക്റ്റ് ആണ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള മാച്ചസ് ഏതാണ്? മിർസ ഗാലിബ്, മിർസ നാമ, കേശവദാസ, രസിക് പ്രിയ, പാദ്ഷാ നാമ, ഷാജഹാൻ, ഗുൽബാദൻ ബീഗം, ഹുമയൂൺ. അപ്പോൾ ഈ തന്നിട്ടുള്ളതിൽ എന്താണ് ഒരു കണക്ഷൻ വരുന്നത് ഏതാണ്? ഗുൽബാദൻ ബീഗം. അതുപോലെ ഗുൽബാദൻ ബീഗും ഹുമയൂണും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹുമയൂണിൻ്റെ ജീവചരിത്രം എഴുതിയ ആളാണ് ആര്? ഗുൽബാദൻ ബീഗം. ഹുമയൂൺ നാമ എഴുതിയത്. ഷാജഹാൻ്റെ എന്താണ് ഷാജഹാൻ്റെ ജീവചരിത്രമാണ് ഇത് പാദ്ഷാ നാമ. അപ്പം അത് രണ്ടും എന്തായാലും കണക്റ്റഡ് ആണ്. ഇനി ബാക്കി കേശവദാസ, രസിക് പ്രിയ എന്നുള്ളതും അതുപോലെ എന്താണ് കണക്റ്റഡ് ആണ്. മിർസ ഗാലിബ്, മിർസ നാമ എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? 1ആണ് കറക്റ്റ് ഓപ്ഷനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മൂന്നും ശരിയാണ്. ഇത് മൂന്നും ശരിയാണ്, മാച്ചാണ്. ഇൻകറക്റ്റ് മാച്ച് മിർസ ഗാലിബ്, മിർസ നാമ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ഏതായിട്ട് വരും? 1ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ വീഡിയോസ് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ്, മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ബാഗോർ, ബൈറാത്ത്, അഹാർ, കാലിബംഗൻ. കുറച്ച് സൈറ്റുകളാണ് തന്നിട്ടുള്ളത്. ഇനി അവിടുന്ന് ലഭിച്ചിട്ടുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്താണ്? ബുദ്ധിസ്റ്റ് റിമൈൻസ്, മെച്യൂർ ഹാരപ്പൻ, ചാൽക്കോലിറ്റിക്, മെസോലിറ്റിക്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ അറിവിലുള്ള ഏതെങ്കിലും ഒന്ന് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ ഏതാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഓപ്ഷൻ ഡി നോക്കൂ, കാലിബംഗൻ നമുക്കറിയാം എന്താണ്, ഒരു ഹാരപ്പൻ സൈറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാലിബംഗന് നമുക്ക് മെച്യൂർ ഹാരപ്പൻ സൈറ്റായിട്ട് കണക്ട് ചെയ്യാം. അപ്പം അങ്ങനെ D2 വരുന്ന ഓപ്ഷന് നമ്മുടെ ഇതിലുണ്ടോ നോക്കാം. D2 വരുന്ന ഓപ്ഷന് ഏതാണ്? ഒന്നേ ഉള്ളൂ. നോക്കൂ, ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള 4 നോക്കൂ. ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ള 4 2 അല്ലേ? കാലിബംഗൻ എന്താണ്, ഒരു മെച്യൂർ ഹാരപ്പൻ സൈറ്റാണ്. അപ്പോൾ ഈ ഒരു ആൻസർ കണ്ടെത്തിയ സ്ഥിതിക്ക് ഇനി വേറെ ഒന്നും നോക്കണം, നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്ത് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ബാഗോർ എന്താണ്? ബാഗോർ നമുക്കറിയാം എന്താണ്, ബാഗോർ ഒരു മെസോളിത്തിക് സൈറ്റാണ് ബാഗോർ അല്ലേ? ബൈറാത്ത് എന്താണ്? ബൈറാത്ത് ഒരു ബുദ്ധിസ്റ്റ് റിമൈൻസ് ആണ്. അഹാർ എന്താണ്? ചാൽക്കോലിത്തിക് കൾച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ബാഗോർ ഇപ്പം തന്നെ പഠിച്ചു പോവുക, ഒരു മെസോളിത്തിക് സൈറ്റാണ്. ബൈറാത്ത് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് റിമൈൻസ് ലഭിച്ചിട്ടുള്ള സ്ഥലമാണ്. അഹാർ ഒരു കാൽക്കോലിത്തിക് സൈറ്റാണ്. കാലിബംഗൻ മെച്യൂർ ഹാരപ്പൻ. അപ്പോൾ ആ ഒരു കാലിബംഗൻ മെച്യൂർ ഹാരപ്പൻ എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായി, നമ്മുടെ ആൻസറായി. ഓക്കെ, അപ്പം അങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്യേണ്ടത്. 4ഉം കണക്ട് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഒന്ന് നമുക്ക് ശരിയാണ് അല്ലെങ്കിൽ അത് മാച്ച് ചെയ്താൽ ശരിയാണെന്ന് ഉറപ്പുള്ളത്, പിന്നെ ബാക്കി നോക്കാണ്ട് നമുക്ക് പോവാം. ആ ഒരു ഓപ്ഷൻ മാത്രമാണല്ലോ D2 ഒറ്റ ഓപ്ഷനിലേ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതാണ് ആൻസർ. ഓക്കെ, next, consider the following nationalist activities and find out the true ones. Chapekar brothers assassinated 2 unpopular British officials in Pune in 1897. Modern India connected ആയിട്ട് വന്നിട്ടുള്ളതാണ്. V.D. Savarkar organized Abhinav Bharat in 1905, എ സീക്രട്ട് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ്. അപ്പോൾ ഇവിടെ ഇയറൊക്കെ തരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഇയറിൽ തന്നെയാണോ ഈ പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ കണ്ടൻറ്റ് ഓക്കെ ആയിരിക്കാം, പക്ഷേ ഇയറിലായിരിക്കാം വ്യത്യാസം വരുന്നത്. അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാണ്ട് പോവും.
തീർച്ചയായിട്ടും ആ ഇയറും കൂടെ ശ്രദ്ധിക്കുക. ഇൻ 1908 തിലക് വാസ് എഗെയിൻ അറസ്റ്റഡ് ആൻഡ് ഗിവൺ ദ റിഗറസ് സെൻറ്റൻസസ് ഓഫ് 6 years ഇംപ്രിസൺമെൻറ്റ്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ട് 6 years ഓഫ് ഇംപ്രിസൺമെൻറ്റ് ഓഫ് തിലക്. പക്ഷെ അത് ഏത് വർഷമാണെന്നുള്ളത് നോക്കുക. മൗലാന അബ്ദുൽ കലാം ആസാദ് ബ്രോട്ട് ഔട്ട് ഹിസ് നാഷണലിസ്റ്റ് ഐഡിയാസ് ഇൻ ഹിസ് ന്യൂസ് പേപ്പർ അൽ ഹിലാൽ in 1915 at the age of 13. In 1914, the government suppressed the publication of Comrade of Maulana Muhammad Ali. ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേതാണ് ശരിയായിട്ടുള്ള ഓപ്ഷന് ഒന്ന് നോക്കൂ. ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് ഇതിൽ മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? എ. ചപ്പേക്കർ ബ്രദേഴ്സ് അസാസിനേറ്റഡ് 2 unpopular ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഇൻ പൂന ഇൻ 1897 എന്നുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ചപ്പേക്കർ ബ്രദേഴ്സ് 1897 പൂനെയിൽ വെച്ചിട്ട് 2 ബ്രിട്ടീഷ് ഓഫീഷ്യൽസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അസാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വി ഡി സവർക്കർ ഓർഗനൈസ്ഡ് അഭിനവ് ഭാരത്. അത് ശരിയാണ്. ഇൻ 1905 എ സീക്രട്ട് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ്. ആ ഇയറിൽ കൺഫ്യൂഷൻ ഉണ്ട്. ആ ഇയർ 1905 അല്ല. ഇതിൽ വി ഡി സവർക്കർ ഓർഗനൈസ്ഡ് അഭിനവ് ഭാരത് ഇൻ 1905 എ സീക്രട്ട് സൊസൈറ്റി ഓഫ് റെവല്യൂഷണറീസ് എന്നുള്ളതിൽ പറഞ്ഞ കണ്ടൻറ്റ് കറക്റ്റാണ്. പക്ഷേ ഇയർ വരുന്നത് എന്നല്ല, 1905 അല്ല, 1904 ആണ്. 1904 ഈ അഭിനവ് ഭാരത് സീക്രട്ട് സൊസൈറ്റി വി ഡി സവർക്കറും അദ്ദേഹത്തിൻ്റെ ബ്രദറും കൂടെ ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ നടക്കുന്നത് 1904. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി 1908 തിലക് വാസ് എഗെയിൻ അറസ്റ്റഡ് ആൻഡ് ഗിവൺ ദ റിഗറസ് സെൻറ്റൻസ് ഓഫ് 6 years ഇംപ്രിസൺമെൻറ്റ്. അതെന്താണ്? ശരിയാണ്. നെക്സ്റ്റ്, മൗലാന അബ്ദുൽ കലാം ആസാദ് brought out his nationalist ideas in his newspaper Al Hilal in 1915 at the age of 13 എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഇവിടെ അതിൻ്റെ ഇയറാണ്, ഇവിടെയും ഇയറാണ് പ്രശ്നം വരുന്നത്. അടുത്തത്, ഇൻ 1914 ദ ഗവൺമെൻറ് സപ്രസ്ഡ് പബ്ലിക്കേഷൻ ഓഫ് കോംറേഡ് ഓഫ് മൗലാന മുഹമ്മദ് അലി. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് 4 എ സി ഇ ഓൺലി എന്നുള്ളതാണ്. എ സി ഇ ഓൺലി എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത ചോദ്യം, പിക്ക് ദ റോങ് മാച്ചസ് ഫ്രം ദി ഫോളോയിങ് ഓപ്ഷൻസ് ഗിവൺ ബിലോ. തെറ്റായിട്ടുള്ളത് കണ്ടെത്താനാണ്. ഹുണ്ടി ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ജസിയ എ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ നോൺ മുസ്ലിംസ് ബൈ ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ്, തക്കാവി എ സ്ട്രങ് ഗിവിംഗ് ഡ്രിങ്ക് ഓഫ് മുഗൾസ്, തഹസിൽ എ ഗാരിസൺ പോസ്റ്റ്, ഖ്യാച്ച് എ ക്രോണിക്കിൾ ഇൻ ഫോം ഓഫ് മാനുസ്ക്രിപ്റ്റ് ഇൻ രാജസ്ഥാൻ. അപ്പോൾ ചോദ്യം നന്നായിട്ട് വായിക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? റോങ് മാച്ചസ് കണ്ടെത്താനാണ്. റോങ് മാച്ചസ് കണ്ടെത്താൻ. അപ്പോൾ ഇതിൽ ഹുണ്ടി എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ ജസിയ ടാക്സ് ഇമ്പോസ്ഡ് ഓൺ നോൺ മുസ്ലിംസ് ബൈ ആൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ളതും ശരിയാണ്. അപ്പോൾ എന്താണ് നോൺ മുസ്ലിംസിന് മേലെ, മുസ്ലിങ്ങളല്ലാത്തവർ പ്രജകൾക്ക് മേലെ മുസ്ലിം ഭരണാധികാരികൾ ചുമത്തുന്ന നികുതിയാണ് എന്ത്? ജസിയ. ഈ ജസിയ കണക്ട് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഏത് ഡൽഹി സുൽത്താൻ്റെ സമയത്താണ് ജസിയ ഒരു സെപ്പറേറ്റ് ടാക്സ് ആയിട്ട് ഇമ്പോസ് ചെയ്തത്? ആദ്യം മറ്റു ലോണിൻ്റെ കൂടെ തന്നെ അടക്കുകയായിരുന്നു ഏത്? ജസിയ. പക്ഷേ മറ്റു ലോണല്ല, മറ്റു ടാക്സിൻ്റെ കൂടെ തന്നെ ആയിരുന്നു ഏത്? ജസിയ എന്നുള്ളത്. പക്ഷേ ഫിറോസ് ഷാ തുഗ്ലക്കിൻ്റെ സമയത്ത് എന്തായി? ജസിയ സെപ്പറേറ്റ് ടാക്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ മുഗൾ എംപയറിൽ വരുമ്പോൾ ഏത് റൂളറിൻ്റെ സമയത്താണ് ജസിയ നിർത്തലാക്കിയത്? ജസിയ വേണ്ട എന്ന് പറഞ്ഞത് അത് അക്ബർ ചക്രവർത്തിയുടെ സമയത്താണ്. ഏത് ചക്രവർത്തിയുടെ സമയത്താണ് വീണ്ടും ജസിയ ഏർപ്പെടുത്തിയത്? ആരുടെ സമയത്താണ്? ഔറംഗസേബിൻ്റെ സമയത്താണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം എയും ബിയും ശരിയായിട്ടുള്ളതാണ്. നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? റോങ് മാച്ചാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസിൽ എന്തായാലും എന്ത് വേണ്ട? എ ഉള്ള ഓപ്ഷനും ബി ഉള്ള ഓപ്ഷനും നമുക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കട്ട് ചെയ്യാം? ഈ 4ാമത്തെ ഓപ്ഷൻ കട്ട് ചെയ്യാം. ഓക്കെ, അതുപോലെ 2ാമത്തെ ഓപ്ഷനും കട്ട് ചെയ്യാം. ഇനി സിയും 1ഉം 3ഉം ആണുള്ളത്. അപ്പോൾ അതിൽ സി തക്കാവി എ സ്ട്രെങ്ത് ഗിവിംഗ് ഡ്രിങ്ക് ഓഫ് മുഗൾസ് എന്നുള്ളത് എന്താണ്? തക്കാവി അതാണോ? അല്ല, തക്കാവി ലോണാണ്. അഗ്രികൾച്ചറൽ ലോണാണ് തക്കാവി എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചറൽ ലോണ് തക്കാവി. ഓക്കെ, അപ്പോൾ ഇതിൽ
എന്താണ്? അപ്പോൾ സി എന്തായാലും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പം നമ്മുടെ ആൻസറിൽ എന്ത് വന്നിരിക്കണം? സി എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതായിരിക്കും? 1 ആയിരിക്കും. സി ഡി ഓൺലി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ടെഹ്സിൽ എ ഗാരിസൺ പോസ്റ്റ് എന്നുള്ളതും തെറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് സിയും ഡിയും. ഖ്യാത് എ ക്രോണിക്കിൾ ഇൻ ഫോം ഓഫ് മാനുസ്ക്രിപ്റ്റ് ഇൻ രാജസ്ഥാൻ എന്നുള്ളതും ശരിയായി. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷന് ശ്രദ്ധിക്കുക, സി ഡി ഓൺലി എന്നുള്ളതാണ്, തെക്കാവി ആൻഡ് തെഹ്സിൽ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പെറോഗേറ്റീവ് ഓഫ് എ സുൽത്താൻ ഇൻ ഡൽഹി? ഡൽഹി സുൽത്താൻ്റെ പെറോഗേറ്റീവ് ആയിട്ടുള്ള ഇത് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിൻറ്റിങ് ഓഫ് കോയിൻസ് ഇൻ ഓൺ നെയിം, സ്വന്തം പേരിൽ കോയിൻസ് ഉണ്ടാക്കുക. റീഡിങ് ഓഫ് കുത്തുബ റീഡ് ചെയ്യുക. റൈഡിങ് ആൻ എലഫൻറ്റ്. കൺസ്ട്രക്ഷൻ ഓഫ് എ മോസ്ക്, പള്ളി നിർമ്മിക്കുക. ഇതിൽ ഏതായിരിക്കും ഡൽഹി സുൽത്താൻസിൻ്റെ ഇത് അല്ലാതെ വരുന്നത്, അവരായിട്ട് കണക്റ്റഡ് അല്ലാതെ വരുന്നത് ഏതായിരിക്കും? മിൻറ്റിങ് ഓഫ് കോയിൻസ് എന്തായാലും വരും, ഖുത്തുബ വരും, അതുപോലെ പള്ളി നിർമ്മാണം വരും. അപ്പോൾ പിന്നെ ഏതായിരിക്കും ആൻസർ? തീർച്ചയായിട്ടും 3 നമ്മുടെ ആൻസറായിട്ട് വരുന്നത്, റൈഡിങ് ആൻ എലഫൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. സെറ്റിൻ്റെയും സോഷ്യൽ സയൻസ് കേട്ടിട്ട് സോഷ്യൽ സയൻസിൻ്റെയും ബാച്ചിന് PDF ബാച്ചിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക.